എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. കിരണിന്റെ മൂക്കിടിച്ച് ശരിയാക്കിയതിന്റെ പേരിൽ ആദ്യനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പ്രിൻസിപ്പൾ മഹേഷിനെ അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ആകാശും രജനെ പിന്നെ കിരണിന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. കിരണിന്റെ അച്ഛനാണെങ്കിൽ ഒരു SI ആണ് താനും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിനോടാണ് പ്രിൻസിപ്പൾ സംസാരിക്കുന്നത്. കാരണം ഈ ആകാശ് എന്ന് പറയുന്ന ലോക്കൽ ഗാർഡിയനാ, യഥാർത്ഥത്തിലുള്ള അച്ഛൻ മഹേഷ് ആണല്ലോ. പിന്നീട് മഹേഷിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അതെ, ഇവനെപ്പോഴുള്ള കുട്ടി ഇവിടെ വളർന്നിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ തന്നെ ഇല്ലാതാവും. കാരണം ഇവന് അക്രമവാസന കൂടുതലാണ്. മുമ്പ് ഇത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇനി ഞങ്ങൾക്ക് ഇത് തുടർന്നു കൊണ്ടാൻ പറ്റില്ല. ഇവന് TC തന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങളോടൊന്ന് പറഞ്ഞു വിടുമെന്ന് പറയാം. മഹേഷ് പറഞ്ഞു, സാർ പ്ലീസ് ഇപ്പോഴങ്ങനെ ചെയ്യരുതെന്ന് പറയണം. ചെയ്യരുതെന്ന് പറയാനായിട്ടാ. മുമ്പ് വാൺ ചെയ്ത കാര്യമല്ലേ. ഇപ്പൊ തന്നെ അവന്റെ മുഖത്തേക്ക് നോക്ക്. അവന്റെ മുഖത്ത് എന്തെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടോന്ന് ചോദിക്കേ. അവൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേന്ന് ചോദിക്കണം. ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ മഹേഷ് പറ എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് മഹേഷ് പറഞ്ഞു, സാർ ഈ ഒരു നിമിഷത്തേക്കല്ല ഒരു തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കുക. അവനെ എന്താണ് ഞാൻ നന്നാക്കി എടുത്തോളാം. ഇനി അവന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു, ഇത് എത്ര വട്ടം ഇങ്ങനെ പറയണമെന്ന് ചോദിക്കുകയാണ്. ഇവനെ പോലുള്ളവന് എന്ത് ചെയ്യാൻ ചെയ്യുന്നറിയാവോ. കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ജുവനൽ ഹോമിലേക്ക് വിടുന്നേ. അവിടെ ചെന്ന് ഇവന്മാരൊക്കെ ഒരു പാഠം പഠിക്കണമെന്ന് പറയണം. അല്ലെങ്കിൽ ഇവരെ പോലുള്ള കുട്ടികൾ വളർന്നു വന്ന സമൂഹത്തിന് തന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കണമെന്ന് പറയണം. മുളയിലേ നുള്ളിയില്ലെങ്കിൽ ശരിയാവത്തില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹേശ്വരൻ സാർ ഒരു തവണത്തേക്ക്. അപ്പോഴേക്കും പിന്നെ സുലേഖ പറഞ്ഞു, കിരണിൻ്റെ അമ്മ പറഞ്ഞു, അതെ ഒരു തവണത്തേക്ക് ക്ഷമിച്ചേരെ. കാരണം ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇഷിത ഡോക്ടർ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ഈ തവണ പരാതി തരുന്നില്ല സാർ. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവനെതിരെ നടപടി എടുത്താൽ മതി എന്ന് പറയണം. അപ്പോഴേക്കും SIയും കാര്യങ്ങൾ പറയാണ്. ഒരു തവണത്തേക്ക് ക്ഷമിക്കുക. ഒരു കൊച്ചു കുട്ടിയല്ലേ, അവൻ്റെ ഭാവി ഇല്ലാതാക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്താണെങ്കിലും ഈ തവണ ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ലെന്ന് പറയണം. മഹേഷ് ഒത്തിരി നന്ദിയുണ്ട്. കാരണം എൻ്റെ മോൻ്റെ ലൈഫാണ് നിങ്ങൾ രക്ഷപ്പെടുത്തി. അല്ലായിരുന്നെങ്കിൽ എൻ്റെ മോനെ വല്ല ജുവനൽ ഹോമിലൊക്കെ പോകേണ്ടി വന്നേനും. അത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ലെന്ന് പറയണം. രചന ആകാശമൊന്നും മിണ്ടായിരിക്കുകയാണ്. ആകാശിൻ്റെ വായിക്കകത്ത് നാവുണ്ടോ എന്ന് പോലും അറിയത്തില്ല. കാരണം ആകാശന് അവിടെ സംസാരിക്കാനായിട്ട് യാതൊരു വോയിസും ഇല്ല. കാരണം യഥാർത്ഥത്തിലുള്ള അച്ഛൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ലോക്കൽ ഗാർഡിയന് അവിടെ ഒരു പ്രസക്തി ഇല്ലല്ലോ. പിന്നീട് രചനയുടെയായിട്ട് പ്രിൻസിപ്പൾ പറഞ്ഞു, നിങ്ങൾ മോനെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ക്യാരക്ടർ ഒന്നൊന്നിന് വഷളായിട്ട് വരത്തുള്ളൂ. ബാക്കി ഉള്ള കുട്ടികളും അത് കണ്ടാ പഠിച്ചു വരുന്നത്. അത് മാത്രമല്ല അവർക്കും ആദ്യത്തെ എന്ന് പറഞ്ഞ് പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുക. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അവനിങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും. അതുകൊണ്ട് ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വിളിക്കലും പറയലും ഒന്നും കാണത്തില്ല. നേരെ TC എന്നങ്ങോട്ട് വിടുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവസാന താക്കീതും കൊടുക്കുകയാണ്. അവസാന താക്കീതും കൊടുത്തതിന് ശേഷം അവരെ കൂടെ ഇറക്കി വിടുകയാണ്. ഈ സമയത്ത് മഹേഷ് പ്രിൻസിപ്പളിനോട് ഒത്തിരി നന്ദിയുണ്ട്. കാരണം സാറിന് അറിയായിരിക്കും ചിപ്പിമോൾ എൻ്റെ കൂടെയാണ്, ചിപ്പിമോളുടെ കൂടെ തന്നെയാണ് പഠിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രിൻസിപ്പൾ, അതെനിക്കറിയാം, ചിപ്പി നല്ല കുട്ടിയാണ്, മാത്രമല്ല ക്ലാസ്സിലെ ടോപ്പാണ് താനും അവള്, എനിക്ക് അവളെക്കുറിച്ച് നല്ല മതിപ്പാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു, അവൾ എൻ്റെ ശിക്ഷണത്തിനാണ് വളരുന്നത്. ആദ്യത്തിൻ്റെ കാര്യം അറിയാലോ, അവൻ എൻ്റെ കൂടെ എല്ലാം നിൽക്കണമെന്ന് പറയാം. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കും അറിയാമെന്ന് പറയണം. പിന്നീട് മഹേഷ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ആകാശും ആദിയും രചനയും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് രചന ആദിയോട് പറഞ്ഞു, കണ്ടില്ലേ പ്രിൻസിപ്പൾ പറഞ്ഞു, ഇനിയെങ്കിലും നീ നന്നാവാൻ നോക്ക് ആദി. ഇനിയിപ്പോൾ എനിക്ക് പറ്റില്ല കേട്ടോ ഇങ്ങനെ വന്ന് നാണം കിടാനെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആദി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് വേണ്ടിയിട്ട് ആരും നാണം കിടാൻ ഇങ്ങോട്ടേക്ക് വരണ്ട. എനിക്ക് ഇഷ്ടമില്ല ഈ സ്കൂളിൽ പഠിക്കാനായിട്ട്. അത് എത്ര വട്ടം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തതെന്ന് ചോദിക്കാം. ആകാശ് പറഞ്ഞു, മോനെ ആദി, ഇപ്പം നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നും, പക്ഷെ ഇത്ര നല്ലൊരു സ്കൂള് ഈ അടുത്ത പ്രദേശത്തെങ്ങും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയണേ നീ ഇവിടെ തന്നെ പഠിക്കണമെന്ന്. നീയേ ഇവിടെ തന്നെ പഠിച്ചാലും നിനക്ക് നല്ല ഉയരത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നൊക്കെ പറയണം. ആദിക്ക് നല്ല ദേഷ്യം, അവിടെ പഠിക്കാൻ ആദിക്ക് ഒരു താല്പര്യമില്ല. അങ്ങനെ നിൽക്കണം. മഹേഷ് അങ്ങോട്ട് വരുന്നുണ്ട്. ആകാശ് പറഞ്ഞു, ഇപ്പം ഞാൻ വരാമെന്നും പറഞ്ഞ് നേരെ മഹേഷിൻ്റെ അടുത്തേക്ക് ഇല്ലുവാണ്. പിന്നീട് മഹേഷിൻ്റെ അടുത്ത് പറഞ്ഞു, എന്താടാ നീ മോന് കാണാൻ വന്നായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ച് ഒരുമാതിരി കളിയാക്കിയ ശബ്ദത്തിൽ സംസാരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, അവൻ എൻ്റെ മോനാ, അവനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറഞ്ഞു, നിന്റെ വിചാരം എന്താ, നീ വന്ന് 2 ഡയലോഗ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പ്രിൻസിപ്പൾ അവൻ ഈ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാൻ സമ്മതിപ്പിച്ചെന്നോ? അതൊക്കെ നിന്റെ തോന്നൽ മാത്രം മഹേഷ് എന്ന് പറയണം. മഹേഷ് പറഞ്ഞു, പിന്നെ നീ കാരണമാണോ? എടാ
അത്രയ്ക്ക് നല്ലവനാണെങ്കിൽ നിനക്ക് ഈ പറഞ്ഞ SIയുടെ അവരുടെ ഭാര്യയുടെ മുന്നിൽ വന്ന് ഇവിടെ വന്ന് സ്കൂൾ ഇരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. നിനക്ക് അത്ര വലിയ പിടിപാടുള്ള ആളായിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഇവിടെ വന്ന് ഇരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. നിനക്ക് പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കായിരുന്നല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് സാധിച്ചില്ല? ഇപ്പം ഡയലോഗ് അടിക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കും ആകാശേ, പക്ഷെ അത് പ്രാവർത്തി കാണിക്കണേ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറയണം. ആകാശിന് അതിപ്പോൾ ഒരു അടി കിട്ടാനില്ല. ആകാശ് പറഞ്ഞു, നീ കണ്ടോടാ, ഇപ്പം ആദ്യം എൻ്റെ ഒപ്പം അധികം വൈകാതെ ചിപ്പിയെ ഞാൻ കൊണ്ടുപോകും. ആദ്യം ഞാൻ എങ്ങനെ ആക്കിയോ അതുപോലെ തന്നെ ചിപ്പീനെയും കൊണ്ടേ ആക്കിയെടുക്കും. നിനക്കെതിരെ ഞാൻ തിരിക്കും. ഇതുപോലെ തന്നെ അക്രമവാസനയോട് കൂടി ചിപ്പി ഞാൻ വളർത്തിക്കൊണ്ട് വരുമെന്ന് പറയണം. അത് കേട്ട മഹേഷിന് സഹിച്ചില്ല. മഹേഷ് ആകാശിന്റെ കോളറിനോട് കയറി കുത്തിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോനെ ഒരിക്കലും നിനക്ക് ഞാൻ വിട്ടുതരില്ലടാ. നീ കണ്ടോ, അധികം വൈകാതെ തന്നെ അവൻ സത്യാവസ്ഥയൊക്കെ തിരിച്ചറിഞ്ഞ് എൻ്റെ അടുത്തേക്ക് തന്നെ വരും. പിന്നെ ചിപ്പി മോളെ നിനക്ക് ഒരു തോടാൻ പോലും കിട്ടത്തില്ലടാ. അവൾ എൻ്റെ മോളാണ്. പിന്നെ നിന്റെ വീട്ടിലേക്ക് വന്ന് അവൾ താമസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രോടാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മോഹം അങ്ങ് ദൈവം കൂടെ ഉപേക്ഷിച്ച് കളഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിനെ പിടിച്ചിട്ട് 2 കുഴുക്കം കുളിക്കാൻ അങ്ങോട്ട് 2 കർണത്തിട്ട് പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് സ്കൂളാണെന്ന് ഓർത്തുകൊണ്ട് പിന്നെ അങ്ങോട്ട് ക്ഷമിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് നാളെണ്ണം പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയത്ത് ആകാശ് ശരിക്കും നാണം കിട്ടുപോയി. പിന്നീടാണെങ്കിൽ രചന ആദ്യം ഉപദേശിക്കുകയാണ് അവിടെ മാറി എന്നിട്ട്, എടാ ഇനി നീ ദൈവത്തെ ഓർത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അമ്മയ്ക്കൊന്നും പ്രശ്നം തീർക്കാൻ പറ്റില്ല, അറിയാലോ. നിന്റെ ഡാഡി എന്ന് പറഞ്ഞാൽ അയാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ 100 ചോദ്യങ്ങളും ചോദിക്കും. വെറുതെ അയാളുടെ വായിരിക്കുന്നതൊക്കെ എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയണം. അതുകൊണ്ട് ഇനിയെങ്കിലും നന്നായിട്ട് നീ ക്ലാസ്സിൽ പോയി ഇരിക്കാൻ നോക്ക്, വേറെ കുട്ടികളുമായിട്ടൊന്ന് വഴക്കുണ്ടാക്കല് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അങ്ങ് പറഞ്ഞു വിടുന്നേ. പിന്നീട് ആദ്യം അങ്ങോട്ട് പോവുകയാണ്. ആദ്യം അവിടെ പോയി നിൽക്കും. ആദ്യക്ക് എന്ത് ചെയ്യണം നടത്തില്ല, മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പോഴാണ് ചിപ്പി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചിപ്പി ആദ്യനെ കണ്ടു മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടേക്ക് പോയി. അപ്പം ആദ്യയുടെ മനസ്സിൽ ചിപ്പിയോട് ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം തൻ്റെ സ്വന്തം സഹോദരി എന്നുള്ള കാര്യം അറിയാം. തന്നോട് ആരും ഇവിടെ സംസാരിക്കുന്ന പോലുമില്ല. പിന്നീട് ചിപ്പിയുടെ അടുത്തേക്ക് ആദ്യം സംസാരിക്കാൻ ചെല്ലുന്ന സമയത്ത് ചിപ്പി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ആദ്യക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അവളും തന്നോട് മിണ്ടുന്നില്ലോ എന്നൊരു ചിന്ത ആദ്യയുടെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് ആദ്യം അവിടെ മാറി നിൽക്കുന്ന സമയത്ത് ചിപ്പി ആദ്യയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ അറിഞ്ഞായിരുന്നു ഡാഡി ഇന്ന് സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ. ചേട്ടൻ എന്തിനാ ആ കിരണേട്ടൻ്റെ തലയൊക്കെ തല്ലി പൊളിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം രൂക്ഷമായിട്ട് നോക്കി. പിന്നീട് പറഞ്ഞു, അത് നിന്നോട് പറയേണ്ട കാര്യമില്ലെന്ന് പറയാം. അതെന്താണെന്നറിയോ, ചേട്ടൻ ചീത്ത ആയതുകൊണ്ടാന്ന് പറയും. അതെ ഞാൻ ചീത്തയാന്ന് പറയണം. അതെ ചേട്ടനോട് ഞാൻ മിണ്ടത്തില്ല. ചേട്ടനോട് എന്നെ മിണ്ടിക്കൊണ്ട് വന്നുകൊണ്ട് മാത്രം ഞാൻ ചേട്ടനോട് മിണ്ടാൻ വന്നേ. എന്നോട് ഇനി മിണ്ടാൻ വേണ്ടി വരില്ലെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യക്ക് സങ്കടമായിപ്പോയി. പിന്നീട് ചിപ്പി പറഞ്ഞു, ചേട്ടൻ മുമ്പ് സൂര്യചേട്ടനെ അടിക്കാനൊക്കെ വന്നാലേ അതെൻ്റെ മനസ്സിലുണ്ടെന്ന് പറയണം. ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു കൂടെ, അങ്ങനെയൊക്കെ ചെയ്യാതിരുന്ന എന്താ കുഴപ്പം എന്താ എന്നൊക്കെ പറയണം. പിന്നീട് പറഞ്ഞു, അതെ എനിക്കറിയാം ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന്. ആ രചനാമ്മയുടെ അടുത്തായതുകൊണ്ട് എങ്ങനെയൊക്കെ, പക്ഷെ അങ്ങനെയൊന്നുമല്ല. എൻ്റെ ഇഷിതയമ്മയുടെ അടുത്താണെങ്കിൽ ചേട്ടൻ ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ഇങ്ങനെ ചിപ്പിമോളെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കുകയാണ്. പിന്നീട് ചിപ്പിമോളെ അങ്ങോട്ട് ക്ലാസ്സിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ആദ്യയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും കടന്നു വന്നു. ഇഷിതയെക്കുറിച്ചുള്ള ചിന്തകൾ. അല്ലെങ്കിൽ തന്നെ ചില ദിവസങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആദ്യയുടെ മനസ്സിലേക്ക് ഉറക്കമില്ലാതെ കിടന്ന ദിവസങ്ങളിൽ ഇഷിതയായിട്ട് രൂപം വരും. ഇഷിത തൻ്റെ അടുത്തിരിക്കുന്നു, തൻ്റെ മുടി തലോടുന്നു. അങ്ങനെ ഓർമ്മ വരുമ്പോഴത്തേനും ആദ്യം അറിയാതെ തന്നെ കൂടെ ഉറങ്ങിപ്പോവും. ആദ്യയുടെ ആ പഴയ ഓർമ്മകളൊക്കെ, ആക്സിഡൻ്റ് ആയ സമയത്ത് ഓർമ്മകളൊക്കെ ആദ്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് വേട്ടയാടുന്ന സമയത്തൊക്കെ ആദ്യയുടെ മനസ്സിലേക്ക് ഇഷിതയെക്കുറിച്ചൊരു നല്ല രൂപം തന്നെയാണ് വരുന്നത്. ഇഷിത നല്ലവളാണ്, നല്ല ഡോക്ടറാണ്, അതിനേക്കാൾ ഉപരി നല്ലൊരു അമ്മയാന്നുള്ള കാര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആദ്യയുടെ മനസ്സിലേക്ക് വരാറുണ്ടായിരുന്നു. അപ്പോൾ ആ ചിന്തയൊക്കെ ഉള്ളതുകൊണ്ട് ആദ്യക്കും ഇഷിതയോടെ ഒരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് സ്കൂളിൽ നിന്ന് മഹേഷ് വീട്ടിലേക്ക് എല്ലാം ചെന്ന് കഴിയുമ്പോഴത്തേനും ഇഷിത വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ മഹേഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇഷിത പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, ആദ്യം നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞാൽ മഹേഷ് പറഞ്ഞു, അതത്ര പ്രാക്ടിക്കലായ കാര്യമല്ല എന്ന് പറയും. അതെന്താ, അത് നടക്കാൻ പോകുന്ന കാര്യമെന്ന് എനിക്ക് തോന്നില്ല. കാരണം അവനെ രചന വിട്ടു തരുമെന്ന് തോന്നുന്നുണ്ടോ? തരുമെന്നേ, അതിന് നമുക്ക് കാത്തിരിക്കാം. നമുക്ക് എന്താണോ ഒരു അവസരം കിട്ടുമെന്ന് പറയാം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആദ്യയുടെ ജീവിതം തകർന്നു പോകും. അവനവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആകാശം അവനെ കരുവാക്കും. അവനെ കരുവാക്കി എനിക്കെതിരെ തിരിക്കാനേ ശ്രമിക്കുള്ളൂ. എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, മഹേഷ് ധൈര്യമായിട്ടിരിക്കുക, എന്തിനു വേദിനും ഞാനൊപ്പം കൂടെ ഇല്ല എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, അതെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയാം. ഇത് കഴിഞ്ഞ് മഹേഷ് പറഞ്ഞു, ഞാനും കൂടെ വരാമെന്ന് പറയണം. പിന്നീട് മഞ്ജുമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമില്ല, വൈകുന്നേരം ചിലപ്പം ഡിസ്ചാർജ് ആകാൻ പറ്റുമായിരിക്കുന്ന തോന്നണേന്ന് പറയണം. അങ്ങനെയാണ് നമുക്ക് പോകാമെന്ന് പറയണം. അങ്ങനെ അവർ രണ്ടൊരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ സമയത്ത് മഞ്ജുമ്മ സ്വപ്നയിലോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
എനിക്ക് എൻ്റെ കൈലാസേനെ പുറത്തിറക്കണം. എൻ്റെ കൈലാസേനെ പുറത്തിറക്കാനായിട്ട് അവൾ സമ്മതിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ആ വീട്ടിൽ തുടരില്ല. ഇപ്പം ഞാൻ മരിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഇനി ആ വീട്ടിൽ വെച്ചായിരിക്കില്ല, ഞാൻ എവിടെയെങ്കിലും വെച്ച് ഞാൻ മരിക്കുള്ളൂ, എൻ്റെ ജീവൻ ഒടുക്കത്തുള്ളൂ എന്നൊക്കെ പറയണം. തീയുടെ സ്വപ്നയിൽ പറഞ്ഞു, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക. ഞാൻ പറ സത്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ കൈലാസേനെ പുറത്തിറക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ടാകത്തില്ല, ഞാൻ ജീവനോടെ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയണം. സ്വപ്നവലി ആകെപ്പാടെ പെട്ടുപോയി. ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടിരുന്നുള്ളൂ, ഇനി ഒന്നും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി തീരുമെന്നും അറിയത്തില്ലല്ലോ. ഈ സമയത്ത് രചന ആകാശം കൂടെ വീട്ടിലേക്ക് വന്നു. പിന്നീട് ആകാശ് രചനയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പറ്റത്തില്ല, ആദ്യയുടെ കാര്യത്തിൽ. കാരണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവനെ കൈവിട്ടു പോകും. ഇത് കേട്ട് ഇപ്പം രചന പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആകാശം എന്ന് പറയണം. അതിലൊരു പോംവഴിയുള്ളൂ, ചിപ്പീനെയും കൂടെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം. ചിപ്പിയും കൂടെ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ കുഴപ്പമില്ല. ചിപ്പിയും ആദ്യം തമ്മിൽ അടുപ്പിക്കണം, അവർ തമ്മിൽ ഒന്നാവണം, എനിക്ക് മാത്രം ചിപ്പിമോൾ ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടുകഴിയുമ്പോൾ രചന പറഞ്ഞു, അങ്ങനെ അവൾ വരുമെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കും. അവളെ ഇവിടെ വരുത്തണം, അതിന് വേണ്ടിയിട്ട് നീ ആദ്യയുടെ പുഷ് ചെയ്യണം. കാരണം ആദ്യയോട് പറയണം, ആദ്യയുടെ അനിയത്തിയാണല്ലോ, അപ്പോൾ അവളെ എങ്ങനെ ഏത് വിധയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള തന്ത്രങ്ങളൊക്കെ അവന് നീ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രചനയെ ചട്ടം കിട്ടുവാണ് ആകാശ്. ഈ സമയം രചന ആലോചിച്ചു, ചിപ്പിയും കൂടെ വരുവാണെങ്കിൽ കുഴപ്പമില്ല, ആദ്യക്ക് ഒരു കൂട്ടാവുകയും ചെയ്യും. അവൻ്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവും, കാരണം അവനിപ്പോൾ കൂട്ടില്ലാത്തൊക്കെ അവന് വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ചിപ്പ് വരുന്നതോട് കൂടിയിട്ട് ആ പ്രശ്നത്തിനൊരു പരിഹാരമാകുകയും ചെയ്യും. എങ്ങനെയെങ്കിലും ചിപ്പിയെ കൊണ്ടുവരണം, ആ ഒരു ചിന്ത രചനയുടെ മനസ്സിലേക്കും വരുവാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ തുടങ്ങാനുള്ള സമയമായി. ഇനിയിപ്പോൾ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും ചിപ്പിയെ കയ്യിലെടുക്കണം തന്നെ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.